ഓണവിപണി സജീവമാകുമ്പോൾ നേന്ത്രക്കായ്ക്ക് പൊള്ളും വില. മൊത്ത വ്യാപാര വില കിലോയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലായതോടെ ചില്ലറ വിൽപ്പന 90 രൂപയോളം ഉയരും. വില പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ മലയാളികളുടെ ഓണസദ്യ ചിലവേറും. നേന്ത്രക്കായ ഇല്ലാതെ എന്ത് ഓണസദ്യ? ചിപ്സ്, ശർക്കര വരട്ടി, സാമ്പാർ, അവിയൽ എന്നിങ്ങനെ നേന്ത്രക്കായ ഓണസദ്യയിലെ പ്രധാന ഇനമാണ്. എന്നാൽ ഇത്തവണ കറിക്കൂട്ടുകളിൽ നിന്നും നേന്ത്രക്കായ അല്പം കുറയ്ക്കേണ്ടി വരും. പൊള്ളുന്ന വിലയും ലഭ്യതക്കുറവുമാണ് പ്രധാന കാരണം. ഇപ്പോൾ കൂടുന്നൊരു സാഹചര്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഓരോ ദിവസം ചെല്ലും 2 രൂപ 3 രൂപ വെച്ച് വിലയിൽ ഡിഫറൻസ് മാറി മാറി വന്നുകൊണ്ടിരിക്കുക. അതനുസരിച്ച് ബിസിനസ് നന്നായിട്ട് കുറഞ്ഞു പോകും. കാരണം 10 കിലോ കായ വിൽക്കുന്നവർ കടയിൽ ഇപ്പോൾ 2 കിലോ വിൽക്കുന്നുള്ളൂ. ആ വില കുറഞ്ഞ സമയത്ത് 10 കിലോ കായ വിൽക്കുന്നവർ സ്ഥിരം കടകളിലിപ്പം 2 കിലോ കായ വിൽക്കുന്നുള്ളൂ. വളരെ അത്യാവശ്യമുള്ള ആളുകൾ മാത്രമേ അത് വാങ്ങുന്നുള്ളൂ. കാരണം ഇതൊക്കെ നമ്മൾക്ക് ഒരു 2.5 കിലോ 100 രൂപ 3 കിലോ 100 രൂപ എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലും കടകളിലൊക്കെ ഓടിച്ചിട്ട് വിറ്റൊരു സാധനമല്ലേ, മറ്റ് ഐറ്റങ്ങൾ മാതിരി അല്ലല്ലോ. ഈ ചിപ്സിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് ഇത്രയും റൈസ് ആയിരിക്കുന്നത്. ഇതിപ്പോൾ ഓണം കഴിയുമ്പം വീണ്ടും പഴയ ഒരു റേഞ്ചിലേക്ക് വരുമെന്നാണ് ഒരു പഠനം, അങ്ങനെയാണ് കാണുന്നത്. ചിപ്സിന് ഇപ്പോൾ ഇത്രയും മാർക്കറ്റ് വന്ന സ്ഥിതിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അവരുടെ ഐഡിയ പോലെ അവർ ചിലപ്പോൾ കൂട്ടാൻ, ചിലപ്പോൾ കുറയ്ക്കാൻ എന്താണെങ്കിലും സാധ്യതയില്ല. മാർക്കറ്റ് അതുപോലെ റൈസ് അല്ലേ. ഇനിയിപ്പം ഓണം കഴിയാണ്ട് വില കുറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. നേന്ത്രക്കായ കിലോയ്ക്ക് 62 രൂപയ്ക്ക് മുകളിലാണ് മൊത്ത വ്യാപാരം. ഓണവിപണി സജീവമാകുമ്പോൾ ചില്ലറ വിൽപ്പന 90 രൂപയ്ക്ക് മുകളിലാകും. മൊത്ത വിപണിയിൽ 100 രൂപയായി ഉയർന്ന ഞാലിപ്പൂവിനും തീവിലയാണ്. ഇത്തവണത്തെ ഓണം ഭയങ്കര ഇതായിരിക്കും. എന്നാന്ന് വെച്ചാൽ വാഴക്കൊലയ്ക്ക് ഞാലിപ്പൂവിന് തൊട്ട് വില കൂടിയിട്ടുണ്ട്. 100 രൂപയാണ് റേറ്റിൽ നിരക്ക്. അപ്പോൾ പിന്നെ ഓണം പ്രശ്നമാകും തോന്നുന്നു. അപ്പോൾ നേരത്തെ പച്ചക്ക മേടിക്കാമെന്ന് ഓർത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. ഏതിനാ വില കുറവുള്ളത്? എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടിരിക്കുക. അതുകൊണ്ട് ഇത്തവണ ഓണം പതിവ് പോലെ നല്ല രീതിയിൽ വന്നങ്ങ് പോകും. പക്ഷേ അത് ആഘോഷിക്കുന്ന രീതിയിൽ കുറച്ച് എന്താ പറയുക, വ്യയം വരുത്തേണ്ടി വരും. അതാണ് നമ്മളിത്തെ പ്രശ്നം. സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം എന്താ വെച്ചാൽ മുൻ സർക്കാർ പോലെ തന്നെ ഓണക്കാലത്തിൽ സജീവമായിട്ട് ഈ സർക്കാർ ഇടപെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നേന്ത്രക്കായുടെ വില വർദ്ധിക്കുന്നത് മലയാളികളുടെ ഓണസദ്യക്ക് ചിലവേറുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ മാത്രമാണ് ഏക പോംവഴി. ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്, ഇടുക്കി.